ഈ സത്യം പറഞ്ഞ പേടിയുണ്ടെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സഞ്ജുന്റെ വീട്ടിലോട്ടൊക്കെ വന്ന് സർപ്രൈസ് ചെയ്യാൻ പോണേ. ഒന്നും പറയണട്ടോ, ആശാൻ വേറെ വിഷയമാണ്. കഴിഞ്ഞ ദിവസം എന്റെ സ്വന്തം എനിക്ക് അടിപൊളി ഒരു ചലഞ്ച് തന്നത്. എന്താന്ന് വെച്ചാല് ഇത് ഹെൽത്ത് ഒന്നും നോക്കത്തില്ലേ. അതായത് ചെക്കൻ പറഞ്ഞ പോലെ ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്കാകുമ്പോ എണീക്കും, എന്നിട്ട് ഉച്ചയ്ക്ക് തന്നെ നീ എപ്പോഴാണ് എണീക്കണം? ഇവളാണെങ്കിൽ ഉച്ചക്കൊക്കെ തന്നെയാണ് എണീക്കണം. എന്റെ സ്റ്റോറി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ എന്നും ഓടാനും നടക്കാനും ഒക്കെ ഈ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയതിന്റെ അഹങ്കാരം കാണിക്കണം. 75 ഹാർഡ് കഴിഞ്ഞു. ഇപ്പൊ മണ്ണൊക്കെ വെച്ച് വേറൊക്കെ ചടിയെന്ന് എല്ലാരും കമന്റ് ഇടുന്നുണ്ട്. നിന്റെ ഹെൽത്തും ഇങ്ങനെ വരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമുക്ക് സഞ്ജുവിനൊരു ഓഫർ ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പാണ്. അതിന്റെ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ഉപയോഗിക്കാനേ പാടില്ല. കാപ്പി എപ്പോഴും കുടിക്കുന്നതാണ്. അപ്പം നോ ഷുഗർ, പിന്നെ 30 days എന്നും 1 hour എക്സസൈസ്. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നൈക്കിയുടെ ഒരു ഷൂ വാങ്ങിച്ചു തരാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇത് കുറച്ച് ദിവസമായി ഡേ 2 ഉണ്ടല്ലോ. ഡേ 2 ആയപ്പോ ഞാൻ ഇവളൊക്കെ സർപ്രൈസ് ചെയ്തു. അങ്ങനെ നമ്മുടെ 30 day ചാലഞ്ചിന്റെ ഡേ 2 ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വെറൈറ്റി ചെയ്താലെന്ന് ഞാൻ ആലോചിക്കുന്നു. വണ്ടി സർപ്രൈസ്. ഞാൻ സ്വത്തിന്റെ കൊടുത്തി, നീയല്ല എനിക്ക് ചാലഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡേ 2 നിന്റെ കൊടുത്തി. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവളെന്തായാലും ചാലഞ്ച് ചെയ്തിരിക്കുക. ഷൂ എനിക്ക് കിട്ടും കേട്ടോ, 30 ദിവസം കംപ്ലീറ്റ് ചെയ്ത്. അപ്പൊ എന്തായാലും ഡേ 2 ഞാനടുത്ത് ഇവളെന്തായാലും നടക്കാൻ പോണേ. അപ്പൊ നിന്റെ കൊടുത്ത് അപ്പൊ ഞാനും നടക്കാം, ഒരുമിച്ച് നടക്കാം. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ നന്ദൂസ് ഹിയർ. അപ്പൊ ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സഞ്ജുന്റെ വീട്ടിലോട്ടാണ്. വേറെ ഒന്നുമല്ല, ഇന്നലെ സഞ്ജു ഞാൻ വാക്ക് ചെയ്തോണ്ടിരുന്നപ്പോ എന്നെ വന്ന് സർപ്രൈസ് ചെയ്തു. അപ്പൊ ഞാൻ ഓർത്തു ഇന്ന് ഞാൻ നേരെ ഡയറക്റ്റ്ലി കൊച്ചിയിലോട്ട് പോവാണ്. അപ്പൊ ഇതുവരെ അവൻ എക്സസൈസ് ചെയ്തിട്ടില്ല. അപ്പൊ നേരെ ഇടിച്ചു കയറി അവന്റെ പ്ലേസിലോട്ട് പോവാന്ന് വിചാരിച്ചു. അറിയത്തില്ല സഞ്ജു സർപ്രൈസ്ഡ് ആവോ ഇല്ലയോ എന്ന്. കാരണം എന്നെ ഓൾ ടൈം ഫേസ് ടൈമിൽ വിളിക്കുന്നത് കാരണം ഈ പോകുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 hour 13 minutes ഉണ്ട്. 1 hour 13 minutes അവൻ എന്നെ ഫേസ് ടൈമിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ സർപ്രൈസ് അൾട്രാ ഫ്ലോപ്പ്. അതല്ലെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഇന്ന് അവനെ സർപ്രൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുവരെ വിളിച്ചിട്ടില്ല. അവൻ ആഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എഡിറ്റിംഗിലാണ്. അപ്പൊ ഞാൻ നേരെ സഞ്ജുന്റെ പ്ലേസിലോട്ട് ഇറങ്ങി. അപ്പൊ നമുക്കിനി കാണാം. ബൈ ബൈ. ഗൈസ്, അങ്ങനെ സഞ്ജുന്റെ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സഞ്ജുന്റെ വീട് അത്ര അങ്ങോട്ട് പെടുത്തിയില്ല. പക്ഷെ സ്റ്റിൽ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിൽ വണ്ടിയൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ഇവിടെ സൈഡിൽ ഒതുക്കിയിടാം. ഈ സത്യം പറഞ്ഞ പേടിയുണ്ടെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സഞ്ജുന്റെ വീട്ടിലോട്ടൊക്കെ വന്ന് സർപ്രൈസ് ചെയ്യാൻ പോണേ. പക്ഷെ വീട്ടിലോട്ട് കയറുന്നില്ല. സഞ്ജുനോട് പുറത്തിറങ്ങാൻ വരാൻ പറയുമ്പോൾ അപ്പൊ നമുക്ക് നോക്കാം. എനിക്ക് ഇപ്പോഴും ടെൻഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. എനിക്ക് വഴിയിൽ കളഞ്ഞു കിട്ടി. ഓടാനിറങ്ങിയതാണോ? എന്നുണ്ട് വിശേഷം? സർപ്രൈസ്, തിരിച്ചൊരു സർപ്രൈസ്. അങ്ങനെ ഞാൻ ഒരു പ്രാന്തിനെ കണ്ടുപിട്ടിരിക്കുകയാണ്. ഞാൻ ഓർത്തില്ല ഇത്ര പ്രാന്തുള്ള ഒരു പെണ്ണായിരിക്കുമെന്ന്. ഞാൻ ഇന്നലെ ഇവളെ കാണാൻ വേണ്ടി കോട്ടയത്ത് പോയായിരുന്നു ഓടാൻ വേണ്ടിട്ട്. ഞങ്ങളിപ്പോ ഓടാനൊക്കെ പോണ്ട്. ചലഞ്ചൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് 30 ദിവസം ഓടി എല്ലാം സെറ്റ് ആകുവാണെങ്കിൽ പറഞ്ഞ പോലെ 1 മണിക്കൂർ ഡ്രൈവിംഗിനിടെ സഞ്ജു വിളിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടു. ഞാൻ സഞ്ജുവിനെ കണ്ടുമുട്ടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ ഓടാലോ എന്ന് വെച്ചിട്ടാണ് അവിടുന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട്. ഞാൻ ചത്തുപോളെ, എനിക്ക് ഓടാൻ കഴിയുന്നു. എന്നെങ്കിലും വീട്ടിൽ പോലെ ആ വീട്ടിൽ പോ. അപ്പൊ സത്യം പറഞ്ഞ ഞാനടുത്ത് സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് മാത്രമേ പ്രാന്തുള്ളത്. ഇത് കറക്റ്റ് എന്നെ പോലെ തന്നെ ഒരു പ്രാന്താണ് കേട്ടോ. ഇത് സർപ്രൈസിന്റെ കാര്യത്തിൽ ഇവള് വിഷയം എന്ന് പറഞ്ഞ കില്ലറാണ്, കിൽ ലേഡി. കാരണം ഡേ 2 ഞാൻ നടന്നോണ്ട് പോകുമ്പോ എന്റെ ബാക്കിൽ കൂടെ വന്നിട്ട് ഒറ്റ പേടിപ്പിക്കലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയി. കാരണം കോട്ടയത്ത് എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാർക്കൊന്നും ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലേക്ക് അറിയത്തുള്ളൂ. അപ്പൊ ആരോ വന്ന് ഇങ്ങനെ വന്ന് പേടിപ്പിക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയി.
അപ്പൊ അന്ന് എന്റെ മനസ്സ് വെച്ച മോനെ നീ ഇറങ്ങി നടക്ക് ശരിയാക്കി തരാം. അന്ന് എന്റെ കാറ് റെന്റിനെടുത്തിട്ട് കാർ റെന്റിനൊക്കെ എടുത്തു വന്നു എന്നെ വന്നു സർപ്രൈസ് ചെയ്യും. അത് അങ്ങനെ നിന്റെ ഭാഷയുണ്ടല്ലോ സംഭവിച്ചേട്ടാ. ഞാൻ ഇങ്ങനെ ഒരു പെണ്ണെ കണ്ടിട്ടില്ല. ഐ ലവ് യു സ്വത്തെ. അപ്പൊ ഗൈസ് നിങ്ങൾ വൺ എക്സ്പെക്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവരെന്ന് പറഞ്ഞ വലിയ ബുക്ക് മേക്കർ ആണ്. അതുപോലെ തന്നെ 50ഓളം രാജ്യങ്ങളിൽ 15 വർഷമായിട്ടുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലാണെങ്കിൽ 2007 മുതലുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബുക്ക് മേക്കർ മാത്രമല്ല, ദേ ആർ പാർട്ട്നേഴ്സ് വിത്ത് ജാൻ ലൈക്ക് FC ബാർസലോണ, PSG, ESL ആൻഡ് മെനി മോർ. ഇനി ഗൈസ് അടിപൊളി ഒരു കാര്യം പറയാം. IPL എന്തായാലും തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൺ എക്സ്പെക്ട് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് 3 നെക്സോൺ EV പ്രൈം XM കാർസ് ആണ് കൊടുക്കുന്നത്. ഇത് കൂടാണ്ട് സാംസങ് S24 അൾട്രാ സ്മാർട്ട് ഫോൺ, അതുപോലെ തന്നെ ആപ്പിളിന്റെ 15 Pro Max, പിന്നെ ആപ്പിൾ വാച്ച് ഉണ്ടല്ലോ 9 സീരീസ്, പിന്നെ LGയുടെ 4K അൾട്രാ HD 43 ഇഞ്ച് TV ഒക്കെ. എന്ത് എക്സൈറ്റിംഗ് ആണല്ലേ. നിങ്ങളാണ് ഇത്രയുള്ള ഗൈസ് $3 തൊട്ട് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോയിന്റ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ് വെബ്സൈറ്റ് കിടപ്പുണ്ട്. ഇതുകൊണ്ടൊന്നും വൺ എക്സ്പെക്ട് തീർന്നിട്ടില്ല ഗൈസ്. കാരണം 42,000 സ്പോർട്സും അതുപോലെ തന്നെ കാസിനോ ഗെയിംസിനാണെങ്കിൽ 1,69,000 രൂപ വരെ ബോണസ് കിട്ടുന്നതാണ്. And that's not all guys. Highest odds, best promotions including first deposit bonuses, casino welcome packages, അതുപോലെ തന്നെ 150 ഫ്രീ സ്പിൻസ് കിട്ടും. അപ്പൊ എന്തായാലും ഗൈസ് ഈ ഒരു IPL നമ്മുടെ വൺ എക്സ്പെക്ടിനോടൊപ്പം തകർക്കാം. ബിഗ് വിൻസ് ആർ വെയിറ്റിംഗ് ഫോർ us guys. So why are waiting for? ലിങ്ക് കാര്യങ്ങളൊക്കെ എന്റെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കിടപ്പുണ്ട്. Go check it out, win lot of money and win a car. കാതൽ സടകുടകുട കണ്ണി തൊടതൊട കാതൽ സടകുടകുട കണ്ണി തൊടതൊട ഒരു ഹൈപ്പർ ടെൻഷൻ തലക്കിരുന്നേ ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടലെന്ന തായേ ഓ പാപ്പോലെ 16 എനക്കൊരു ഗേൾഫ്രണ്ട് വേണം പുല്ല പുല്ല ഉന എങ്ക പിടിച്ച പുല്ല പുല്ല അത കണ്ടുപിടിച്ച ഒരു മാലയിലവയിൽ നേരാ അഴകാന ഇലയുതിർക്കാന ന്യൂയോർക്ക് നഗരം ഉറങ്ങും നേരം തനിമയണന്തത് അലകപ്പത്തി തവല തവല ചുകൾ ബന്തി വയ്ക്കും അവളെ അത് ചുമക്കി പോട്ട മയില മയില എനമായ അപ്പൊ ഗൈസ് ഞാൻ ഹൈഡ്രാ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ പറയും? വ്യത്യാസമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വ്യത്യാസം തോന്നി കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോയും ഒരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടി. എങ്ങനെയുണ്ട്? ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ നീ വെളുക്കാൻ വേണ്ടി എന്ത് തേച്ചത്? ഞാൻ ചേച്ചിയോട് പോയി ചോദിച്ചത്. ഇവള് പിമ്പിൾ ട്രീറ്റ്മെന്റ് ചെയ്ത് ഞാൻ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കുറെ നേരത്തെ പരിപാടി. ഇത് കുറച്ചു നേരം കൊണ്ട് ചെയ്യണമെന്ന് വരാം. കുറെ നേരം ഞാൻ ഉറങ്ങി കൂർക്കം വിളിക്കുമായിരുന്നു. അതുകൊണ്ട് ആൾക്കാരെല്ലാം ചിരിക്കണായിട്ട് അവർ ചിരി കണ്ടാണ് ഞാൻ എണീറ്റത്. പക്ഷെ ശരിക്കും നല്ല ക്ലീൻ ആയി കേട്ടോ, ഫേസ് ക്ലീൻ ആയി. പിന്നെ എന്റെ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ നീ അടിപൊളി ആയതുകൊണ്ട് നിന്റെ സ്വത്തായതുകൊണ്ട് നല്ല ഭംഗിയാണ്. ഞാൻ വെറുതെ പറയണല്ല കേട്ടോ, ശരിക്കും അടിപൊളിയാണ്. താടിയൊക്കെ വലിച്ച് കൊച്ചു കൊച്ചായി ഞാൻ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളഞ്ഞായിരുന്നു. സുന്ദരിയല്ലേ ആൾക്കാർ ഇപ്പൊ ഇങ്ങോട്ട് തള്ളാണല്ലോ വരുന്നത്. ഞങ്ങളെന്താ വിഷയമാണ് ഗൈസ്. അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മുടെ സ്വത്ത് നമ്മുടെ ബിഗ് ബോയിനെ ഓടിക്കണം കേട്ടാ. എടി എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? എനിക്ക് പേടിയാണ്. ഇവക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എനിക്ക് വലിയ വണ്ടി ഓടിക്കണ്ട, അയ്യോ പേടിയാ ഇടിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയടി ഇല്ല, SUV സത്യം പറഞ്ഞാൽ സുഖമാണ് ഓടിക്കാൻ. സൈസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓടിക്കാൻ ഇത്തിരി നൈസാണ്. നല്ല ഏരിയ ഫുൾ ഏരിയ നമുക്ക് കാണാൻ പറ്റും. സീരിയസ്ലി ഭയങ്കര വലുപ്പം. ഇതിലും നല്ലത് ബെൻസാ. എടി ബെൻസ് ഇതുമായിട്ട് നീ കമ്പയർ ചെയ്യില്ല. അതല്ല, ഭയങ്കര വലുപ്പാണ്. അതാണ് എനിക്കിത് പറ്റത്തില്ല. പിന്നെ ഗൈസ് ഞാൻ ഹൈഡ്രാ ഫേഷ്യലായിട്ട് ശരിക്കും എങ്ങനെയാട്ടോ നിങ്ങൾ പറയാട്ടാ.
എടി സത്യം പറയടി നല്ല മാറ്റമുണ്ട്. എടാ ആക്ച്വലി ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും ഞാൻ അല്ലല്ല അറിയാത്ത ആൾക്കാരോട് ഞാൻ ഇപ്പോഴും പറയുന്നു, പല പാർലറിലും ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയറും ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ചെയ്യത്തില്ല. അത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്, ഇന്ന് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ പ്രൊമോഷൻ കൊളാബ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ ചില സ്ഥലത്ത് അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ആയിട്ട് ഒരു നമുക്ക് അതിന്റെ എഫക്റ്റ് മനസ്സിലാവത്തില്ല ഒരു ഒറ്റ ഹൈഡ്രാ ഫേഷ്യലും കൊണ്ട്. അപ്പൊ അവര് പറയും 2-3 ദിവസം കഴിയുമ്പോൾ മനസ്സിലായിക്കോളും കേട്ടോ, ഇങ്ങനെ പറയും. അങ്ങനെ അതായത് ചില കൊളാബ്സ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്തത് സഞ്ജുവിന്റെ ഫേസിൽ ചെയ്തപ്പോ എനിക്ക് നന്നായിട്ട് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ പറ്റി. കാരണം നല്ല ആദ്യമേ ഞാൻ പറഞ്ഞു ക്ലീനായി, നല്ല ഇങ്ങനെ നല്ല മിനുസം, നല്ല സോഫ്റ്റ്നെസ് മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വെളുത്തു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്ത് ചെയ്തു, വേറെ ഒരു ഫേഷ്യൽ ചെയ്തോ? അല്ല, അപ്പൊ ഹൈഡ്രാ ഫേഷ്യലിന്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇൻസ്റ്റന്റ് ഗ്ലോയും. ഇത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ നോക്കുമ്പോ ഞാൻ വേറെ എനിക്ക് ഇത്തിരി കളറൊക്കെ വന്ന പോലെ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിരുന്നു. കോൺഫിഡൻസ് ഒക്കെ കോൺഫിഡൻസ് ഒക്കെ നമ്മള് ജനിച്ചപ്പോ തൊട്ടുണ്ട് കേട്ടാ. പിന്നെ അഹങ്കാരം അത് പണ്ടേ ഉള്ള അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞ ഹൈഡ്രാ ഫേഷ്യൽ നീ റെഗുലർ സിറ്റിംഗ് ചെയ്യണം എന്നാണ് ആഗ്രഹം. കാരണം അടുത്ത മാസം ഞാൻ ഇതേ സമയത്ത് ഞാൻ നിന്നെ പിടിച്ചോണ്ടു. നല്ല അടിപൊളി. സത്യം പറഞ്ഞാൽ ഇവിടെ എന്റെ ലൈഫിലോട്ട് വന്നതിന് ശേഷം കുറെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ എന്റെ ലൈഫിലോട്ട് വന്നിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ സ്കിൻ കെയർ അങ്ങനെ സാധനങ്ങളൊന്നും ഞാൻ ചെയ്തൊന്നുമില്ലായിരുന്നേ. ഇവള് ഇതേപോലെ പുതിയ സാധനങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ അതേ ഇത് എന്നൊക്കെ പറഞ്ഞ് അതല്ല. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സർസൈസിന്റെ കാര്യമാണെങ്കിൽ ഇവള് മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് ഷൂ വാങ്ങി തരാന്ന് പറഞ്ഞാൽ എനിക്ക് ഷൂ വാങ്ങാൻ പറ്റായിട്ടൊന്നുമല്ല. എന്നാലും ഇവള് മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് വണ്ടി പിടിച്ചിട്ട് ഇവള് മോട്ടിവേറ്റ് ചെയ്തിട്ടാണെങ്കിൽ എന്നെ കൊണ്ട് എക്സർസൈസ് ഒക്കെ ചെയ്യിക്കുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം. 30 ദിവസം കഴിഞ്ഞാൽ ഇതിപ്പം റെഡ് സിഗ്നൽ അല്ലേ കാണിക്കുന്നത്? അതെ, ആരുമില്ല പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോഴാണ് ഇന്ന് രാവിലെ MBD വന്നെന്ന് അമ്മ എന്നെ ഫോൺ വിളിച്ച് പറയണ കേട്ടായിരുന്നു കേട്ടാ. എടാ MBD അടുത്ത ഓഫീസർ എന്താ വന്ന് ആരോ നിനക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോ നമ്മുടെ ഫ്രൈഡേയുടെ പണ്ട് ആരോ കൊടുത്ത കംപ്ലൈന്റിനെതിരെ എങ്ങാണ്ടാണ്. അപ്പൊ അടുത്ത ദിവസം അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ഓഫീസിൽ ചെല്ലാൻ വന്നിട്ടുണ്ട്. ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ എന്റെ റെഡ് സ്വിഫ്റ്റ് കാറടി. അപ്പൊ അങ്ങോട്ട് പോകണം, എന്താവും അറിയത്തില്ല. അപ്പൊ ഇപ്പൊ എന്തായാലും കൊച്ചിയിൽ കറങ്ങി അടക്കുവാണ്. ഹൈഡ്രാ ഫേഷ്യലൊക്കെ ചെയ്ത് ഇവളാണെങ്കിൽ എന്താ പിമ്പിൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഞങ്ങൾ ഇരിക്കുന്നു. ഫുഡും എല്ലാം അടിക്കണം. ഇനി എന്ത് ചെയ്യണം ഓടി? ഫുഡ് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് പടത്തിനെല്ലാം പോണോ? വേറെ എവിടെയെങ്കിലും പോണോ? എടുത്ത് ഒത്തു വന്നാ നീ ആ ലുലുമാളി കയറ്റി എങ്ങോട്ട്? ആ ഉള്ളിലോട്ട് കയറ്റി. അതൊന്നും നടക്കത്തില്ല. അതെന്താ? നേരെ മാത്രമേ പോകത്തുള്ളൂ. ഇതെന്താടി നേരെ മാത്രം പോണ വണ്ടിയാ? എനിക്ക് വണ്ടി വേണോ? എനിക്ക് തിരിക്കാന്ന് അറിഞ്ഞൂടാ. ഇതിനെന്തോരം പൊതറും പോലത്തെ നീ വണ്ടി ഓടിക്കണല്ലേ? അതേപോലെയൊക്കെ തന്നെ അതൊക്കെ പറ്റും. പക്ഷെ ഇത് ഞാൻ തിരിക്കില്ല, പറക്കില്ല, ഇങ്ങനെ നേരെ പോകും ഞാൻ. എന്നിട്ട് അവിടെ എന്റെ സൈഡിൽ ഒതുക്കി തരും. അപ്പൊ നീ എടുക്കണം. എനിക്ക് സ്വത്തൊരു ലുലുമാള് കാണിച്ചാൽ എന്തേ ലുലുമാള്. ഹായ് കണ്ടില്ലേ ലുലുമാള്? ഇങ്ങനെ നമ്മള് പിന്നെന്താ നേരെ പോകുന്നാണ് വളക്കേന്ന് വേണ്ട നമുക്ക്. എന്തോടി എന്താണ് നേരെ പോണ വണ്ടി? ആ നേരെ ആലപ്പുഴക്ക് പോവാം. വാ. ഞാനില്ല, ഇത്തിരി സ്പീഡ് വിട്ടടി. സ്പോർട്സ് സ്പീഡോടാ ഇനി പറക്കും വണ്ടി. അതൊന്നും പറ്റത്തോന്നില്ല, ഇത്തിരി പവർ കൂടുതലടി. അപ്പൊ കേസ് അങ്ങനെ കൊച്ചിയിൽ ഇറങ്ങി നടന്നപ്പോ നമ്മുടെ ഒരു കട്ട സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. ഒന്നും പറയാൻ കേട്ടോ, ആശാൻ വേറെ വിഷയമാണ്. പേരെന്തോ? പേര് സിദ്ധാർത്ഥ. സിദ്ധാർത്ഥ എന്നെ കണ്ടപ്പോ തന്നെ ഓടിയൊന്ന് കെട്ടിപ്പിടിച്ചാണ്ട് പറഞ്ഞു, ബ്രോ ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, കട്ട സബ്സ്ക്രൈബർ ആണ്. സബ്സ്ക്രൈബർ കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷം. അതാണ് നമുക്ക് നിങ്ങളെ കാണുന്നുണ്ടല്ലോ സന്തോഷം. എനിക്ക് എന്താ പറയണ്ടെന്നാണ് ഒന്നും അറിയാൻ പാടില്ല. താങ്ക് യു ബ്രോ. അപ്പൊ ഇവന്മാരൊക്കെ ഇവരുടെ ഫ്രണ്ട്സ് ആണ് കേട്ടാ. ഞാൻ പോയി കഴിഞ്ഞാൽ ഇന്നെ കളിയാക്കും. ഇവരെ കളിയാക്കണ്ട കേട്ടാ. ഇവരെന്തായാലും നമ്മളെ കട്ടക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തായാലും ഞാൻ അതുകൊണ്ടാണ് കാണിച്ചു കേട്ടാ. അപ്പൊ എന്തായാലും സന്തോഷം അളിയാ കണ്ടത്.
വീഡിയോസ് ഒക്കെ ഇനിയും കാണണം. ഉറപ്പായിട്ട് കാണിരിക്കാം. ഓക്കെ ഓക്കെ ബോയ്സ്, ഓക്കെടാ. ഒരു സബ് കൊണ്ട് തന്നതാട്ടോ ഐസ്ക്രീം. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു സബ്സ്ക്രൈബർ കൊണ്ടുവന്ന് ചോദിച്ചു എനിക്ക് ഈ ഐസ്ക്രീം തന്നിട്ട് ഞാൻ ബ്രോ സ്നേഹം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊരു വീഡിയോ ഇടാന്ന് ഓർത്താണ്, പക്ഷെ അവൻ സമ്മതിച്ചില്ല. അവർ ബ്രോ അങ്ങനെ വീഡിയോയിൽ കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി വന്ന മറ്റേടാ ഇവിടെ ഇരിക്കോ, പുറകെ ഇരിക്കോ, വേണ്ട ഞാൻ കാണിച്ചില്ല അങ്ങനെ ഇരിക്കോ. ഓ ഏ അടിപൊളിയായിരുന്നില്ലേ? ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറച്ച് ചങ്ക് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടി കേട്ടോ. അടിപൊളിയായിരുന്നു. അടുത്തുള്ള അതില്ലല്ലേ എന്താണ് കണ്ടാ ഇപ്പൊ ഇവിടെ ഇരിക്കുക. ഇവിടെ ഉള്ള കപ്പിൾസ് എല്ലാം ഇവിടെ ഉണ്ട്. അവിടെ ഞങ്ങൾ ഒരു ചായ കുടിച്ച് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഐസ്ക്രീം കഴിക്കണം. ചായ കുടിച്ച് ഇവിടെ ഇരുന്നപ്പോഴാണ് ഒരു സംഭവം എന്നിട്ട് സഞ്ജുവിന് ഐസ്ക്രീം ഓഫർ ചെയ്തു. പക്ഷെ ഞങ്ങളത് കഴിക്കുന്നത് സഞ്ജുവിന്റെ ഡയറ്റിലാണ്. 30 days ചലഞ്ച് കൊടുത്തു തരണം. സഞ്ജുവിന് ഷുഗർ കട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഓക്കെ ഗൈസ്, അപ്പൊ ഇനി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാം. ദേവതൈ അവളൊരു ദേവതൈ, അവളത് പൂമുഖം കാണവേ ആയുധാൻ പോതുമോ കാറ്റിലെ അവളത് വാസனை, അവളിടം യോസனை കേട്ടുതാൻ പൂക്കളും